Now we can see principle 2, the linear nature of the signifier. Linear nature, the linear nature of the signifier. So first of all, we have seen the arbitrary nature of the sign. Now we are going to see the linear nature of signifier. അപ്പോൾ ആസ് യു നോ ദാറ്റ് സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ടേം അല്ലേ, ആ ഒരു വേർഡ് മീൻസ് ഒരു സൈൻ്റെ അകത്ത് തന്നെ നമുക്ക് സിഗ്നിഫയറും സിഗ്നിഫൈഡും ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഈ സിഗ്നിഫയറിന്റെ ലീനിയർ നേച്ചർ, ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു സീ. So, the linear nature of the signifier, that is the signifier, it is auditory. Okay, it's auditory means we can hear it and it unfolds only in time. So, it has two characteristics, that is it represents a span, and a span is measurable in a single dimension, that is it is a line. That is സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററിയാണ്. അത് ടൈമിൽ മാത്രമല്ല, മീൻസ് നമ്മൾ ഒരു കാര്യത്തെ പറയുമ്പോൾ ആ പറയുന്ന ആ ഒരു ഇതിൽ അതൊരു എന്താ പറയുക, നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതിന് ഓഡിറ്ററി ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് ഒരൊറ്റ വരിയിൽ ഇത് പോവുള്ളൂ. മീൻസ് അത് തിരിച്ച് വരില്ല. തിരിച്ച് മീൻസ് നമ്മൾ ആദ്യം പറഞ്ഞതല്ല പിന്നെ കേൾക്കുക, നമ്മൾ ആദ്യം പറയുന്നത് തന്നെയാണ് ആദ്യം എത്തുക. ദാറ്റ് ഈസ് ദർ ഈസ് എ കൈൻഡ് ഓഫ് a line. It has a linearity in its movement. That is the characteristics of a signifier. Okay. Now the signifier is of a linear nature because auditory signifiers have at their command only the dimension of time. It represents a span, and the span is measurable in a single dimension, that of time. So auditory signifier, unlike visual signifiers. ഇപ്പോൾ നമുക്ക് വിഷ്വൽ സിഗ്നിഫയേഴ്സ് ഉണ്ട്, ഓഡിറ്ററി സിഗ്നിഫയേഴ്സ് ഉണ്ട്. കാരണം വിഷ്വൽ സിഗ്നിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു സിഗ്നൽ പോലെ നമ്മൾ കാണുന്നതിന് നമുക്ക് അതിന് എന്താ പറയുക, അതിന് പലതരം ഡയമെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും വിഷ്വൽ ആയിട്ടുള്ള സിഗ്നിഫയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഓഡിറ്ററി സിഗ്നിഫയേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മളൊരു ഒരു സിമ്പിൾ കാണുകയാണ്, ഇപ്പോൾ റോട്ടിൽ നമ്മളൊരു കളർ മീൻസ് ട്രാഫിക്കിൻ്റെ ഒരു കളർ നമ്മൾ കാണുമ്പോഴൊക്കെ വിഷ്വൽ സിഗ്നിഫയേഴ്സ് ആണ്. ദാറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ്. സി അത് എങ്ങനെ ഏതാണ് ആദ്യം, ഏത് കോൺസെപ്റ്റാണ് ആദ്യം മനസ്സിലേക്ക് വരിക എന്നൊന്നും നമുക്ക് പറയില്ല. ഏത് ഇംപ്രഷനാണ് ആദ്യം അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ്. ബട്ട് ആൻ ഓഡിറ്ററി സിഗ്നിഫയറിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ഓൺലി മൂവ് ഇൻ സക്സഷൻ and it forms a chain. Okay, linguistics neglected this linearity of signifier. Saussure says that this particular ആസ്പെക്ട്, ദ ലീനിയാരിറ്റി ഓഫ് സിഗ്നിഫയർ, വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം എന്തായാലും നമ്മൾ ഒരു ഓഡിറ്ററി സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു സ്പാൻ, അതിൻ്റെ ഒരൊറ്റ ലീനിയാരിറ്റിയിൽ തന്നെ അത് മുന്നോട്ട് പോവുള്ളൂ. അതിൻ്റെ ആകെ ടൈമിൻ്റെ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ലിംഗ്വിസ്റ്റിക്സ് നെഗ്ലെക്റ്റഡ് ദിസ് ലീനിയാരിറ്റി ഓഫ് സിഗ്നിഫയർ, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The whole mechanism of linguistic structure depends on it. According to Saussure, he says that the whole mechanism of linguistic structure depends on this particular aspect of, or this particular nature of signifier, that is the linearity. Linear nature of the signified is apparent when written. നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. Were spatial line of graphic marks substituted for succession in time. ഇപ്പം ടൈമിൽ അങ്ങനെ നമുക്കറിയാം അത് ഇറ്റ് ഈസ് മൂവിങ് ഓൺ ആൻഡ് ഇറ്റ് മേക്സ് എ ലൈൻ എന്ന് നമ്മൾ പറയുന്നു. ആ ഒരു കാര്യത്തെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. മീൻസ് ഗ്രാഫിക്കലി റെപ്രസെന്റേഷൻ മീൻസ് വി ആർ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന അതേ തോട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ സൈനിലൂടെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതൊരു വരിയായിട്ട് നേരെ പോവുള്ളൂ. നമ്മളിപ്പം ദിസ് ഈസ് എ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ക്യാറ്റ് ഈസ് ദിസ് എന്ന് നമ്മൾ എഴുതുന്നില്ല. ആ ഒരു ഓർഡറിൽ തന്നെയാണ് അതങ്ങനെ പോവുള്ളൂ. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ആ ഓഡിറ്ററി സിഗ്നിഫയറിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ലീനിയർ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് വെൻ വി റൈറ്റ്. വേർ സ്പേഷ്യൽ ലൈൻ ഓഫ് ഗ്രാഫിക് മാർക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്ന റിട്ടേൺ വേർഡ്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സക്സഷൻ ഇൻ ടൈം. ആ ടൈമിൽ വരുന്ന സക്സഷനെ കാണിക്കുന്നത് എന്താണ്? സ്പേഷ്യൽ ലൈൻ ഓഫ് ഗ്രാഫിക് മാർക്സ് ആണ്. ഓക്കെ,
ദിസ് ലീനിയർ നേച്ചർ ഈസ് നോട്ട് ഒബ്വിയസ്. ഈ ഒരു ലീനിയർ നേച്ചർ എന്ന് പറയുന്നതിന് എന്താ പറയുക, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്കതൊരു എന്താണ്, അത് അവിടെ ഉള്ള കാര്യമാണെങ്കിലും നമുക്കൊരു എന്താ പറയുക ഷുവറിറ്റി നമുക്ക് കേൾക്കുന്ന സമയത്തോ പറയുന്ന സമയത്തൊന്നും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. ദ സിലബിൾ ആൻഡ് സ്ട്രെസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി വൺ ഫോണറ്റിക്കലി ആക്ട്. ദർ ഇസ് നോ ഡുവാലിറ്റി വിത്തിൻ ദിസ് ആക്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഈ ഒരു നേച്ചർ, ലീനിയർ നേച്ചർ ഓഫ് ദ സിഗ്നിഫൈഡ് എന്ന് പറയുന്ന സംഭവം, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഈസ് നോട്ട് വെരി ഒബ്വിയസ്. കാരണം അതെന്താണ്, നമ്മൾ കരുതുന്നത് ആ പറയുന്നതും ആ ഓഡിറ്ററി സിഗ്നൽ ആവുന്നതും ആ പറയുന്നതും തമ്മിൽ എന്താ പറയാ, അതിന് വേറൊരു ഡുവാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അത് എന്താ പറയാ, അത് ആ സക്സഷനിലല്ല പോകണമെന്ന് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദർ ഇസ് നോ ഡുവാലിറ്റി വിത്തിൻ ദിസ് ആക്ട്. ഈ ഒരു ആക്ടിൽ, ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു എന്താ സിഗ്നിഫയർ, ഓഡിറ്ററി സിഗ്നിഫയറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ദർ ഇസ് നോ ഡുവാലിറ്റി. രണ്ട് രീതിയിലുള്ള ഒരു പോക്ക് അതിനില്ല. ഒരൊറ്റ പോക്കാണ്, ഒരൊറ്റ ലീനിയർ ആയിട്ടുള്ള മോഷനാണ് അതിനുള്ളത്. ലീനിയറിറ്റി ഈസ് ദ നേച്ചർ ഓഫ് ദ സിഗ്നിഫയർ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ദാറ്റ് ഈസ് ദ ലീനിയർ നേച്ചർ ഓഫ് ദ സിഗ്നിഫയർ. ഓക്കെ, so that is about this particular aspect. Now we can go to the other concepts. That is Saussure's other concept, additional concept. Okay, we can see that. In the starting of this particular essay, he says that um, there was already a theory of language which considered this system of language, or language is a naming process only. ഒരു നെയിമിംഗ് പ്രോസസ്സ്, ഒരു എന്താ പറയുക, ആ സാധനങ്ങൾക്കൊക്കെ ഒരു പേരിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ആയിട്ടാണ് ലാംഗ്വേജിനെ സോസറിൻ്റെ കാലം വരെ സോസർ ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് വരെ ലാംഗ്വേജ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ലാംഗ്വേജിന്റെ ഓരോ കാര്യങ്ങളും, മീൻസ് ഓരോ വേർഡ്സും ടേംസും അതൊക്കെ ഒരു സയൻസ് ആണെന്നും ആ സൈനിൽ ഇങ്ങനെ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്, ആ മീൻസ് റെപ്രസെൻറ്റേഷൻ റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് എന്നും അതിന്റെ എന്താണ് ദ റിലേഷൻഷിപ്പ്, ദ ബോണ്ട് ഈസ് ആർബിട്രറി ഇൻ നേച്ചർ എന്നും ദ നേച്ചർ ഓഫ് സിഗ്നിഫയർ ഈസ് ലീനിയർ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് ഇതിന് ശേഷമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി സെഡ് ദാറ്റ് എന്താണ് ലാംഗ്വേജ് എന്ന് പറയുന്ന അത് പറയാനുള്ള ഈ കാര്യങ്ങളൊക്കെ പറയാൻ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇദ്ദേഹം പറയുന്ന കാര്യം, ഹി റിജക്റ്റഡ് ദ തിയറി ഓഫ് ലാംഗ്വേജ് ആസ് എ നെയിമിംഗ് പ്രോസസ് because the reason is there. Okay, a list of words each corresponding to the thing that it names എന്നുള്ള നെയിമിംഗ് സിസ്റ്റം പോലെ, നെയിമിംഗ് പ്രോസസ്സ് പോലെയാണ് അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോസറിന്റെ മുന്നേയുള്ള ആളുകൾ അദ്ദേഹം എതിർക്കാൻ ചെയ്തിട്ടുള്ള റിജക്ട്സ്. ഓക്കെ, and then it assumes that ready-made ideas exist before words. It does not tell us whether a name is vocal or psychological in nature. 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം ഇതിനെ റിജക്ട് ചെയ്യുന്നത്. Finally, it lets us assume that the linking of a name and a thing is a very simple operation. That is, 3 things are there. This particular theory of naming, the theory of language, that is not right, because this particular theory of language assumes that റെഡിമെയ്ഡ് ഐഡിയാസ് എക്സിസ്റ്റ് ബിഫോർ വേർഡ്സ് പറയുന്നതിന് മുന്നേ തന്നെ ഐഡിയാസ് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു തിയറി ഓഫ് ലാംഗ്വേജ് ഇതിനെ കാണുന്നത്. മാത്രമല്ല ഒരു നെയിം എന്ന് പറയുന്നത് അത് വോക്കലാണോ സൈക്കോളജിക്കലാണോ അതിൻ്റെ ഒരു ബിഹേവിയർ എന്നുള്ളത് ഈ ഒരു തിയറി ഡിഫൈൻ ചെയ്യുന്നില്ല. അത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന ആ ഒരു സംഭവമാണോ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് അങ്ങനെയുള്ളൊരു സാധനമാണോ, മീൻസ് പറയുന്ന സന്ദർഭത്തിൽ വരുന്ന ഒരു നേച്ചറാണോ അതിനുള്ളത്, അതോ അതിനെന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള നേച്ചർ ഉണ്ടോ ആ ഒരു നെയിമിന് എന്നുള്ളതൊന്നും ഈ ഒരു തിയറി ഓഫ് ലാംഗ്വേജ് പറയുന്നില്ല. മാത്രമല്ല വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, this theory of language considers the linking of a name and a thing is a very simple operation. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലായി വന്ന് സിമ്പിൾ ആയിട്ട് നടക്കുന്നു. ഇപ്പോൾ എന്താണ്, മരത്തിനെ മരം എന്ന് പറയുന്നു, ചെടിയെ ചെടി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ബട്ട് ഇതന്നെ ഇതിങ്ങനെ പറയുന്നു, ഇതിങ്ങനെയാണ്, ഇത് സിമ്പിളായ കാര്യമല്ലേ, എന്താ ഇതിൽ ഇത്ര പഠിക്കാൻ, എന്താ ഇതിൽ ഇത്ര അറിയാൻ, അതിന് മനസ്സിലാക്കാനോ അതിൻ്റെ അകത്ത് കിടക്കുന്ന എങ്ങനെയാണ് റിലേഷൻഷിപ്പ് വരുന്നത് എന്നുള്ളതോ, ഈ ഐഡിയ സെപ്പറേറ്റ് ആണ്, അതിൻ്റെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്ററി ആയിട്ടുള്ള സിഗ്നൽ സെപ്പറേറ്റ് ആണെന്നും ഇത് കേൾക്കുന്ന ആളിൽ എങ്ങനെയാണ് ഇത് എത്തുന്നത് എന്നുള്ളതും ഈ പറയുന്ന ആൾ ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഒന്നും തന്നെ ദ തിയറി ഓഫ് ലാംഗ്വേജ് ഓഫ് ദാറ്റ് കൺസിഡേർഡ് ആസ് എ നെയിമിംഗ് പ്രോസസ് അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സോസർ റിജക്ട്സ് ദിസ് പെർട്ടിക്കുലർ തിയറി.
Okay. Now, Saussure distinguishes between what he calls lack and parole. ഈ ഒരു രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അത് ഈ ഒരു എസ്സേയുടെ അകത്ത് വരുന്നതല്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്തായാലും അത് പഠിക്കാനുണ്ട്. സോ ഐ ജസ്റ്റ് ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ. ലാംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് അണ്ടർലൈങ് റൂൾസ് ദ സിസ്റ്റംസ് ഓഫ് എ ലാംഗ്വേജ്. ദ ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓഫ് ഫോംസ്. ഒരു ലാംഗ്വേജിൽ കുറേ റൂൾസും കാര്യങ്ങളും അതിങ്ങനെ പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് അവർ ഓൺ ലാംഗ്വേജസ് ലൈക്ക് മദർ ടങ് വി സ്പീക്ക് ഇൻ മലയാളം ആൻഡ് വി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോ വി നോ ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ദ സ്ട്രക്ചർ, ഐ മീൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് വർക്ക്സ് ഇൻ ഈച്ച് ആൻഡ് എവറി ലാംഗ്വേജ്. നമ്മളിപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് സംസാരിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ഇറ്റ്സ് വെരി ഈസി. വി നോ ദാറ്റ് ഓൾ ദ ലാംഗ്വേജസ് വർക്ക് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. കാരണം എന്താണ്, ഇതൊക്കെ അണ്ടർലൈൻ റൂൾസ് എങ്ങനെയാണ് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാര്യമാണ് ലാംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. പെറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറോളിൻ്റെ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സ്പീച്ച്, നമ്മൾ സംസാരിക്കുന്ന ആക്ച്വൽ സ്പീച്ച്, ദ സ്പീച്ച് ആക്ട്സ് ദാറ്റ് ആർ മെയ്ഡ് പോസിബിൾ ബൈ ദ ലാംഗ്വേജ്. ഓക്കെ. അപ്പം നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള റൂട്ട്സും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിലും പെറോൾ എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ ആ ഒരു സ്പീച്ച് പാറ്റേൺ, നമ്മൾ പുറത്തേക്ക് പെറിഫറലായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വായിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ആക്ച്വൽ സ്പീച്ചിനാണ് പെറോൾ എന്ന് പറയാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഹി ഡിസ്റ്റിങ്വിഷസ് ഇറ്റ് ഇൻ ദാറ്റ് വേ ആൻഡ് ദെൻ ഹി ഹാസ് എ ഡിഫറെൻറ്റ് മെത്തഡോളജി of learning a language, that is diachronic study of language and synchronic study of language. Diachronic study of language എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a language is studied over a span of time. ഒരു ലാംഗ്വേജ് അതെങ്ങനെ, ഇപ്പം നമ്മൾ യൂഷ്വലി സീ ദ ഡയക്രോണിക് സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് ലൈക്ക് ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ബാക്ക് ഇൻ 400 AD and then Norman conquest and then modern English, I mean the old English, then middle English and അങ്ങനെ അങ്ങനെ നമ്മൾ പഠിച്ചു വരുന്നില്ലേ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡിൽ ഏർലി മോഡേൺ ഇംഗ്ലീഷ്, ദെൻ മോഡേൺ ഇംഗ്ലീഷ്. അങ്ങനെ നമ്മൾ അങ്ങനെ പഠിച്ച് പാറ്റേൺ ആയിട്ട് നമ്മൾ ഒരു ഭാഗത്തു നിന്ന് അതിങ്ങനെ ഒറിജിൻ ചെയ്തു, അതെങ്ങനെ വന്നു, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് ഡയക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എടുത്തിട്ട് അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് അറ്റ് പെർട്ടിക്കുലർ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് ടൈം, ആ ടൈമിൽ എങ്ങനെയാണ് ആ ലാംഗ്വേജസ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ഗ്രൂപ്പ്സിൽ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത് ആ ടൈമിൽ. ഇപ്പം 1920s എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടാകുന്നത്, അതല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം കറൻ്റ്ലി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഈ സമയത്ത് എങ്ങനെയാണ് ലാംഗ്വേജ് ഒരേ ടൈമിൽ ഒരൊറ്റ സ്പാൻ ഓഫ് ടൈമിൽ ലാംഗ്വേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ലാംഗ്വേജിൻ്റെ ആ ഒരു സംഭവം മീൻസ് അറ്റ് എ സ്പാൻ ഓഫ് ടൈം, ഒരു പ്രത്യേക സ്പാൻ ഓഫ് ടൈമിൽ പഠിക്കുന്നതിനാണ് ലാംഗ്വേജ് പഠിക്കുന്നതിനാണ് സിങ്ക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ ഹി ബോട്ട് ദിസ് കോൺസെപ്റ്റ് ഓഫ് approaches towards study of language. Diachronic study അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, ബട്ട് സിങ്ക്രോണിക് സ്റ്റഡി ഈസ് സംതിങ് ദാറ്റ് he put forward like അങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. ഓക്കെ. സോ ദീസ് ആർ ദ മേജർ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു Ferdinand de Saussure, and then we are done with the essay. Okay.